ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. വേട്ടക്കാരെ പൂട്ടാൻ കോടതി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന 5 ബെഞ്ചാണ് ഹർജികളിൽ ഇനി വാദം കേൾക്കുക. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാമെന്ന് വ്യക്തമാക്കിയത്. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വനിതാ ജഡ്ജിമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ ബെഞ്ച് രൂപീകരിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ സർക്കാർ ഉടൻ സമർപ്പിക്കും. റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കി സത്യവാങ്മൂലവും ഇതിനൊപ്പം നൽകും. ഇവ പരിശോധിച്ച ശേഷമാകും പുതിയ ബെഞ്ചിലെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസ് നൽകിയ പൊതുതാൽപര്യ ഹർജി ഇനി കേൾക്കുക പുതിയ ബെഞ്ചാകും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകരായ എ ജന്നത്ത്, അമൃത പ്രേംജിത്ത് എന്നിവർ നൽകിയ ഹർജിയും കുറ്റകൃത്യങ്ങളിൽ FIR ഇടണമെന്ന ക്രൈം എഡിറ്റർ TP നന്ദകുമാറിന്റെ ഹർജിയും ഇനി പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.